സ്വാഗതം. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. എന്നാൽ ഇപ്പോൾ പ്രതി നിതീഷിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണോ? നവജാത ശിശുവിനെ കുഴിച്ചിട്ടെന്ന് കരുതുന്ന കാലിത്തൊഴുത്തിൽ മണ്ണുമാന്തി പരിശോധന നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. 2016 കൊല്ലപ്പെട്ട വിജയനും നിതീഷും ചേർന്ന് വിജയന്റെ മകളുടെ 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. അന്വേഷണത്തിന് തുടക്കത്തിൽ കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് കാലിത്തൊഴുത്തിലെന്നാണ് പ്രതി വെളിപ്പെടുത്തിയത്. എന്നാൽ സംഭവ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം പ്രതി നിതീഷ് മൊഴി മാറ്റി പറയുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും പ്രിൻസ് ജെയിംസും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്ക് പോവുകയാണ്. ആജ്ഞ, ഈ കഴിഞ്ഞ ദിവസം വരെയും ഇവർ താമസിച്ചിരുന്ന കട്ടപ്പനയിലെ വീടിന്റെ സമീപത്തുള്ള കാലിത്തൊഴുത്തിൽ ഈ കുഞ്ഞിനെ കുഴിച്ചു മൂടി എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ പ്രതി നിതീഷ് പോലീസിന് മൊഴി നൽകിയത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലത്ത് പോലീസ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ഈ കൊല്ലപ്പെട്ട വിജയൻ കുഞ്ഞിന്റെ മൃതദേഹം അവിടെ നിന്ന് കുഴിച്ചെടുത്ത്, അതായത് കുഴിച്ചു മൂടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് ഒരു കവറിലാക്കി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. ഇത് കേസ് വഴിതിരിച്ചുവിടാനുള്ള, കേസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കമായിട്ടാണോ പോലീസ് കാണുന്നത്? ഇങ്ങനെ ഈ പ്രതി മൊഴി മാറ്റി പറയുന്നത് അന്വേഷണത്തിൽ എത്രത്തോളം വെല്ലുവിളിയാണ് ആജ്ഞ? ടോം, ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണത്തെ അങ്ങേയറ്റം വഴിതിരിച്ചുവിടുന്ന ഒരു രീതിയിലേക്കാണ് പ്രതി നിതീഷിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യം കാണിക്കുന്നത്. തന്നെയല്ല, തൊഴുത്തിൽ കുഴിച്ചിട്ടു എന്ന് പറയുന്നിടത്തുനിന്ന് പോലീസ് മണ്ണ് ശേഖരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 5 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അവശിഷ്ടങ്ങൾ എത്രത്തോളം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ പോലും പോലീസിനെ സംബന്ധിച്ചും മറ്റു ഫോറൻസിക് പരിശോധനകൾ സംബന്ധിച്ചും അവിടുത്തെ മണ്ണ് ശേഖരണത്തിലൂടെയോ അല്ലെങ്കിൽ മനുഷ്യാവശിഷ്ടത്തിൽ നിന്നുള്ള ഫോസ്ഫറസിൻ്റെ അംശമോ മുടിയുടെ അംശമോ ഒക്കെ കണ്ടെത്തിയാൽ തന്നെ ഈ കേസ് അവിടെ ഒരു മൃതദേഹം കുഴിച്ചിട്ടിരുന്നോ എന്ന് കണ്ടെത്താൻ കഴിയും. അതിൽ മറ്റ് DNA പരിശോധനകളുടെയും മറ്റു പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ അത് കുഞ്ഞിൻ്റേതാണോ എത്ര വയസ്സുള്ള ആളുടേതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ അത്തരം സാങ്കേതികത നമുക്ക് പിന്തുണ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് അവിടെ ഇത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ സംഭവിക്കുന്നത് നിതീഷ് മൊഴി മാറ്റി പറയുന്നു. ഇതിനനുസരിച്ച് പോലീസ് അന്വേഷണം, ഇപ്പോൾ വിജയൻ ഒരു കവറിലേക്ക്, മരിച്ചുപോയ വിജയൻ ഒരു കവറിലാക്കി കുഞ്ഞിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റിയെന്ന് പറയുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് മരിച്ചുപോയ ഒരാളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അയാളെ കൊണ്ട് അത് തെളിയിക്കാനില്ലാത്ത ഉണ്ടാകുന്ന സാഹചര്യമില്ല. അല്ല, മരിച്ചു പോയതിനാൽ അങ്ങനത്തെ ഒരാളെ അയാളുടെ തലയിലേക്ക് ഇത് നീട്ടിവെച്ച് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഇതിൽ നിന്നും തീവ്രതയിൽ നിന്ന് കൂടുതൽ തീവ്രമായ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കമായിരിക്കാം ഒരുപക്ഷെ നിതീഷ് നടത്തുന്നത്. പോലീസിനെ എങ്ങനെയൊക്കെ വട്ടം ചുറ്റിക്കാമോ ആ തരത്തിലുള്ള നീക്കങ്ങളാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാലും ഈ കേസിൻ്റെ ഇപ്പോൾ 2 കേസുകളുണ്ട്. ഒന്ന് ഈ വിജയനെ കൊന്ന കേസ്, ഒന്ന് ഈ 5 ദിവസം പ്രായമായ നവജാത ശിശുവിനെ കൊന്ന കേസ്. ഈ 2 കേസുകളിലും മുഖ്യപ്രതി നിതീഷ് തന്നെയാണ്. ഇതിൻ്റെ ഈ കൊലപാതകത്തിലേക്ക് മുഖ്യ ആസൂത്രകനും നിതീഷ് തന്നെയാണ്. ആജ്ഞ, ഇതില് നിലവില് വിജയൻ, അതായത് കൊല്ലപ്പെട്ട വിജയനും ആ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. അത് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ, അതോ ഈ പ്രതികളും അതോടൊപ്പം ഈ വിജയന്റെ ഭാര്യയും മകളും നൽകിയ വിവരങ്ങൾ ഒക്കെയാണോ ഈ കേസിൽ ഇപ്പോൾ തുമ്പായിട്ടുള്ളത്? അതോ പ്രതികൾ വിജയനെ കൂടി കേസിൽ പ്രതിയാക്കുന്നു, വിജയനിക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആണോ ഈ പ്രതികളുടെ ഈ മൊഴിയിലുള്ളത്? അക്കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ടോ? ടോം സൂചിപ്പിച്ചതുപോലെ വിജയനെ കൂടി പ്രതിയാക്കുന്നതിലൂടെ മരിച്ചുപോയ ഒരാളെ പ്രതിയാക്കുന്നതിൽ ഈ മറ്റു പ്രതികൾ കാണിക്കുന്ന അതിനുള്ളൊരു സാധ്യത ഏറെയാണ്. എന്നിരുന്നാൽ പോലും മരിച്ച വിജയനും ഈ തൻ്റെ മക്കളിൽ
ഈ നിതീഷ് എന്ന് പറയുന്ന ആൾക്കുണ്ടായ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വിജയൻ കൂട്ടുനിൽക്കുന്നു. അതിൽ നിതീഷിന് തൻ്റെ മകളിൽ രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണിത്. പുറം ലോകം അറിയുന്നതിലുള്ള നാണക്കേട് ഓർത്തിട്ട് കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിൽക്കും. വിജയൻ കൂടി കാല് പിടിച്ച ശേഷമാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് നിതീഷ് കൊന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നതുപോലെ പെൺകുട്ടിയെ മന്ത്രവാദ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ ഉപയോഗപ്പെടുത്തുന്നു, ഗന്ധർവന് കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊലക്കി കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ഈ കുഞ്ഞിനെ കൊല്ലാൻ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പറയുന്നു. ഇങ്ങനെ ഇതിൽ നിരവധി കഥകളുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിരവധി കഥകളുടെ ചുരുളാണ് ഈ കേസിൽ നിന്നും ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇപ്പോൾ നിതീഷിൻ്റെ മൊഴിമാറ്റി പറയലൂടെ പല പല കഥകൾ കോർത്തിണക്കിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്രൈമിനെ കാണുന്നത്, ഈ ഒരു കേസിനെ കാണുന്നത് തന്നെ. വിജയന് ഈ കേസുമായി ബന്ധമുണ്ട്. കുഞ്ഞിനെ കൊന്ന കാര്യം വിജയൻ പുറത്തു പറയുമെന്ന ഭീതിയിലുണ്ടായ തർക്കത്തിനൊടുവിലാണ്. അതേ തുടർന്നുള്ള തർക്കത്തിലൊടുവിലാണ് വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഒറ്റയടിക്ക് കൊന്നു എന്നാണ് നിതീഷ് പറയുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എന്ന് പറയുന്നു. എന്നിരുന്നാൽ പോലും ഈ നിതീഷിൻ്റെ മൊഴിമാറ്റം ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്ന പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ കേസിലെ പ്രധാന പ്രതി നിതീഷ് തന്നെയാണ്. വിജയൻ രണ്ടാം പ്രതിയാണ്. വിഷ്ണു ഈ കേസിൽ പ്രതിയാണ് കുഞ്ഞിനെ കൊന്നതിൽ. അതുപോലെ വിജയനെ കൊന്നതിൽ വിഷ്ണുവിന്റെ അമ്മയ്ക്കും വിജയന്റെ ഭാര്യയ്ക്കും പങ്കുണ്ട് എന്ന്. പക്ഷെ ഇപ്പോഴും ചില വ്യക്തതകൾ വരേണ്ടത്, ആദ്യഘട്ടത്തില് ഈ കട്ടപ്പനയിൽ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇതിന് പിന്നെ നരബലിയുണ്ടോ, അതല്ലെങ്കിൽ ആഭിചാര ക്രിയയുടെ ഭാഗമായിട്ട് നടന്ന കൊലപാതകമാണോ തുടങ്ങിയ പല സംശയങ്ങളും വന്നിരുന്നു. പക്ഷെ പോലീസ് അതെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഒടുവിൽ ഈ കുഞ്ഞിനെ, അതായത് മാനഹാനി ഭയന്ന് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. 7 വർഷത്തിന് ശേഷം, 8 വർഷം മുൻപ് നടന്ന സംഭവം, 7 മാസം മുൻപ് വിജയനെ കൊലപ്പെടുത്തുന്നു. അതിന്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയിലേക്ക് വരാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ ഈ ആഭിചാര ക്രിയ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും എന്തായിരിക്കാം കൊലപാതകത്തിന്റെ കാരണം, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, വിജയന്റെ ഭാര്യയ്ക്ക് ഇതിൽ അറിവുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പൂർണ്ണമായും ഈ നിതീഷിന്റെ മൊഴികളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ ആജ്ഞ? നിതീഷിൻ്റെ മൊഴിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കേസിൽ കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ വിഷ്ണു ആശുപത്രിയിലാണ്. വിഷ്ണു അന്ന് ഉണ്ടായ മോഷണ കേസിനെ തുടർന്ന് വീണതിനെ തുടർന്ന് കാലൊടിഞ്ഞ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, വിജയൻ്റെ ഭാര്യ, ഇപ്പോൾ അവരൊരു ഷെൽട്ടർ ഹോമിലേക്ക് ഭാര്യയും മകളെ മാറ്റിയിട്ടുണ്ട്. അവർ രണ്ടുപേരെയും ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. അവർ കേസിൽ പ്രതിയാണ്. എങ്കിൽ പോലും അവർ ഇത് രണ്ടുപേരെയും, മകളെയും ഭാര്യ കേസിൽ വിജയനെ കൊന്ന കേസിൽ പ്രതിയാണെന്നാണ് പോലീസിൻ്റെ, അതായത് വിജയനെ കൊലപാതകത്തിൽ ഭാര്യയ്ക്ക് പങ്കുണ്ട് എന്നാണ് നിതീഷ് പോലീസിനോട് പറഞ്ഞത്. അതനുസരിച്ച് ആ കേസിൽ അവരും പ്രതിയാണ്. ഈ ഭാര്യയും ഇപ്പോൾ ഇവർ ഒരു ഷെൽട്ടർ ഹോമിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നിലവിൽ അവരെ ഇതുവരെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്കെല്ലാം നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി കേൾക്കുന്നുണ്ട്, ഈ വീട്, വാടകയ്ക്കെടുത്ത വീട്, ഇവിടെ പകൽ ആളനക്കമില്ലാത്തൊരു സാഹചര്യം, അയലത്തുള്ള ഒരാൾക്കും ഈ ഭാര്യയെ പറ്റിയോ മകളെ പറ്റിയോ അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. ഈ കേട്ട ഒരു ബൈറ്റ് അനുസരിച്ച്, ഒരാളുടെ പ്രതികരണം അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ കടയിൽ പോവുകയാണ്. അപ്പോൾ തന്നെ അയലത്തുകാരൊക്കെ ഇവരോട് കാര്യം കുശലാന്വേഷണത്തിനൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ ഇവർ ഫോണെടുത്ത് ചെവിയിൽ വയ്ക്കുന്നു, നിലത്ത് നോക്കി നടക്കുന്നു, അല്ലെങ്കിൽ ഫോണെടുത്ത് വെറുതെ സംസാരിച്ച് പോരുന്നു. ഇത്തരമൊരു സമ്പർക്കം ഒഴിവാക്കുന്ന, ആൾക്കാരുമായുള്ളൊരു സമ്പർക്കം ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കഴിഞ്ഞ 2-3 ദിവസം മുൻപ് നമ്മൾ കേട്ടത്, ഈ പെൺകുട്ടിക്ക് മാനസികതയുണ്ട്, അത് മറ്റുള്ളവരോട് സംസാരിച്ചാൽ ആ മാനസികത ഇല്ലാതായി പോകുമെന്ന് ഈ നിതീഷ് പെൺകുട്ടിയെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ മറ്റുള്ളവരെ കാണാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്നാൽ രാത്രിയിൽ ആ വീട്ടിൽ ലൈറ്റ് ഇടുന്നു, അല്ലെ പ്രകാശമുണ്ടാകുന്നു. ഇത് അയലത്തുകാർ, ഇവിടെ വേറെ ആളുകൾ താമസമുണ്ട്. ഈ 2 ആണുങ്ങളെ പറ്റി മാത്രമേ ഇപ്പോഴും നാട്ടുകാർക്ക് അറിയുള്ളൂ. ഈ TV യിൽ വന്ന ശേഷം, ടെലിവിഷനിലൂടെ വാർത്തകൾ വന്ന ശേഷം TV യിൽ കണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ 2 സ്ത്രീകൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോലും പറഞ്ഞ അയൽക്കാരുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന അങ്ങേയറ്റം ദുരൂഹത ഈ കേസിലുണ്ട്. ഇനി ഇത് തന്നെയാണോ ഇപ്പോൾ നിതീഷ് പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴികൾ അനുസരിച്ച് തന്നെയുള്ള അതിലാണോ? അക്കാര്യത്തിൽ ഇനി ഒരുപാട് വ്യക്തത വരേണ്ടതുണ്ട്. കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സ്ഥലം, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടിയത് പ്രധാന പ്രതിയാരാണ്? ഈ നിതീഷ് മാത്രമാണോ? മരിച്ചുപോയ വിജയന്റെ തലയിൽ കൂടി ഇതിന്റെ പങ്ക് ചേർക്കുകയാണോ? വിജയനെ കൊന്നതിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാനസികാവസ്ഥ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ
ഇങ്ങനെയുള്ള അമ്മയെയും മകളെയും കരുതൽ തടങ്കൽ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതാണ്. കാരണം വിജയന്റെ ഭാര്യയ്ക്ക് ചില മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികമായ വൈകല്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരുടെ മൊഴികൾ പൂർണ്ണമായും പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തത് കൂടിയാണ്. എന്തായാലും ആജ്ഞ തുടരുക. പ്രിൻസ് ജെയിംസ് കൂടി ചേരുന്നുണ്ട്. പ്രിൻസ്, എന്തായാലും വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു പരിധിവരെയും വ്യക്തത കൈവന്നിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി കേസിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം ഈ 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയാണ്. അത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം 4 ദിവസം പ്രായമുള്ള കുഞ്ഞ് 8 വർഷം മുൻപാണ് കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചു മൂടിയതായി പറയപ്പെടുന്നത്. ആ മൃതദേഹം കണ്ടെത്തുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിലവിൽ ഈ കേസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? അതോടൊപ്പം അറിയേണ്ടത് ഈ വിജയന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ, മറ്റ് വിജയൻ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സ്ഥിരീകരിക്കണമെങ്കിൽ ചില സാങ്കേതികമായ ചില നടപടികൾ ആവശ്യമാണ്. കാരണം DNA പരിശോധനയ്ക്ക് അയക്കണം, മറ്റ് ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ ആവശ്യമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും പ്രിൻസ്? നിലവിൽ പോലീസിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ കുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്ന് തന്നെയാണ്. വിജയന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ തന്നെ കക്കാട്ടുകടയിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. കൃത്യമായി പ്രതി ചൂണ്ടിക്കാണിച്ച ഭാഗത്ത് തന്നെ കുഴിച്ച് എപ്പോഴാണോ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഇതിനുള്ള നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. തുടർന്ന് ശാസ്ത്രീയ പരിശോധനകളടക്കം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വിജയം തന്നെയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള നടപടികളുണ്ട്. എങ്കിലും ആ കേസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ശേഖരിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും 2016 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ഈ സാഗര ജംഗ്ഷൻ മുൻപ് ഇവർ താമസിക്കുന്ന വീട്ടിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തതായി നിതീഷ് മൊഴി നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ തൊഴുത്തിൽ ചേർന്നാണ് മറവ് ചെയ്തെന്നാണ് മൊഴി നൽകിയത്. ഇന്നലെ തന്നെ അവിടെ പരിശോധനകൾ നടത്തിയിരുന്നു. 2 മണിക്കൂറോളം ഇവിടുത്തെ മണ്ണിൽ പരിശോധന നടത്തിയെങ്കിൽ പോലും കാര്യമായ ഒരു തെളിവും ഇവിടുന്ന് ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല. എങ്കിലും ഇവിടുത്തെ മണ്ണ് ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നിന്നും വിജയൻ ഈ മൃതദേഹം മാറ്റി എന്ന തരത്തിലുള്ള മൊഴിമാറ്റം ഈ നിതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയി എന്ന തരത്തിലാണ് പിന്നീട് പോലീസിനോട് ഇയാൾ പറഞ്ഞത്. അത് കൃത്യമായി പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. എങ്കിലും മറ്റു പ്രതികളെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട നിതീഷിന്റെ കുടുംബം, ഈ വിജയന്റെ കുടുംബം, അവരുടെ മറ്റു ബന്ധുക്കൾ ഇപ്പം കൂട്ടുപ്രതിയായ വിഷ്ണുവുമായി ഒക്കെയുള്ള ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ കേസിൽ നിർണായക വിവരങ്ങൾ, തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസ്. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള സൂചനകളെങ്കിലും വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് പോലീസിന് മുന്നിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പ്രിൻസ്, ഇപ്പോൾ നിലവില് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷിനെയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരിക്കുന്നത്. വിഷ്ണുവിന്റെ മൊഴിയെടുപ്പ് ഉടൻ തന്നെ ഉണ്ടാകുമോ? അതോടൊപ്പം ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളെന്ന് പറയുന്ന വിജയന്റെ ഭാര്യ, അതായത് വിഷ്ണുവിന്റെ അമ്മ, സഹോദരി, ഇവരിൽ നിന്നും ലഭിച്ച പ്രാഥമികമായ വിവരങ്ങളാണുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഈ അമ്മയ്ക്ക് വിജയന്റെ ഭാര്യയ്ക്ക്, വിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഈ കേസിൽ പങ്കുണ്ട്, വിജയന്റെ കൊലപാതകത്തിൽ പങ്കുണ്ട്, അറിവുണ്ട് എന്ന് പോലീസ് കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ടോ പ്രിൻസ്? ഏറ്റവും തീർച്ചയായും ഈ വിജയന്റെ കൊലപാതകത്തിൽ വിജയന്റെ ഭാര്യയ്ക്കും കൃത്യമായ പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായി ഇവരുടെ അറിവോടുകൂടിയാണ് അദ്ദേഹം മറവ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചത്. പക്ഷേ ഈ പെൺകുട്ടി, ഈ കുട്ടിക്ക് മാനസികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് ദൈവികത എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പുറലോകവുമായി ബന്ധപ്പെട്ടിരുന്നതെന്നൊക്കെ നിതീഷ് പറയുന്നുണ്ട്. അപ്പം ഈ എല്ലാ 2 സംഭവങ്ങളിലും നിതീഷിന് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തത് വിഷ്ണുവാണ്. വിഷ്ണു നിലവിൽ ആശുപത്രിയിലാണെങ്കിലും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. വിശദമായ ചോദ്യചെയ്യലിനോടുകൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്തായാലും ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം, കൃത്യമായ ഒരു ഇടപെടൽ കട്ടപ്പന പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായതോടെയാണ് ഈ 2 കൊലപാതകങ്ങളും നടന്നുള്ള സൂചനകളിലേക്ക് പോലീസ് എത്തുന്നത്. മോഷണവുമായി ബന്ധപ്പെട്ടുള്ള നടത്തിയ അന്വേഷണത്തിൽ പ്രത്യേകിച്ചും കട്ടപ്പന CIക്ക് തോന്നിയ ചില സംശയങ്ങൾ ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും അവിടെ നിന്ന് തന്നെ, ആ വീട്ടിൽ നിന്ന് തന്നെ
വിജയന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആഭിചാര ക്രിയകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ വീട്ടിൽ നടന്നിരുന്നോ, ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ? എന്തായാലും ആദ്യം കുഞ്ഞിനെ കൊണ്ടുപോയത് ഗന്ധർവന് കൊടുക്കാനാണെന്ന തരത്തിൽ എന്ന ഒരു രീതിയിലാണ് ഈ വീട്ടിലുള്ള സ്ത്രീകൾ പോലീസിനെ അറിയിച്ചിരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം ചെറിയൊരു സംശയമുള്ളത്, ഈ കുഞ്ഞിന്റെ കൊലപാതകം 8 വർഷം മുൻപ് നടന്നു. കാരണം ഈ കുഞ്ഞ് ജനിച്ച കാര്യം ഉറ്റ ബന്ധുക്കൾക്ക് അറിയാമായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം വിജയനെ 7 മാസം മുൻപ് വിജയന്റെ കൊലപാതകം നടന്നു എന്ന് പറയുന്നു. ഇതൊന്നും ഒരിക്കൽ പോലും ആർക്കും, നാട്ടുകാർക്കോ ബന്ധുക്കൾക്കൊന്നും ഒരു സംശയം പോലും തോന്നിയില്ലേ? ഒരു രീതിയിലുള്ള സൂചനകളും ആ ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ പോലീസിന് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതികൾ പോലും, ഒരു ചില സൂചനകൾ പോലും ആരുടെ ഭാഗത്തുനിന്നും ലഭിച്ചിരുന്നില്ലേ? ടോം, മുൻപ് ഇവർ കട്ടപ്പന സാഗര ജംഗ്ഷനിലായിരുന്നു താമസിക്കുന്നത്. അവിടെ ആ കാലഘട്ടത്തിൽ ഇവർ സാമാന്യം ജനങ്ങളോടൊക്കെ അടുത്തിടപഴകിയിരുന്ന ആളുകളാണെന്നാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. കൃത്യമായും വിജയൻ ഇവിടെ ടൗണിൽ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളുമായി ഇടപഴകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ സംഭവത്തിന് ശേഷം, അതായത് കുട്ടി ജനിച്ച വിവരം നാട്ടുകാരിൽ ഒന്ന് ചിലരൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ ഇതിനോടനുബന്ധിച്ച സമയത്ത് തന്നെ ഇവർ ഈ പ്രദേശത്ത് നിന്നും താമസം മാറുകയും പിന്നീട് ഈ നാടുമായോ ഈ പ്രദേശവാസികളുമായോ അയൽവാസികളുമായോ യാതൊരുവിധ പരിചയവും പുതുക്കാനോ ഇവർ തയ്യാറായിട്ടില്ല. കൃത്യമായും ഇവർ അത്തരത്തിലുള്ള അകൽച്ച ഇവര് എല്ലാവരുമായിട്ടും പാലിച്ചിരുന്നു. മറ്റു ഒരു വ്യക്തികളുമായിട്ടും ഇവർ യാതൊരുവിധ അടുപ്പവും കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവർ കക്കാട്ടുകടയിലെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടേക്ക് വരുന്നത്. ആ സമയത്തും അവിടെ വാടകയ്ക്കായി എത്തുമ്പോഴും മുൻപ് താമസിക്കുന്ന വീടിനേക്കാൾ കൂടുതൽ സൗകര്യപ്രദമായ ഒരു വീട് എന്ന രീതിയിലാണ് ഇവിടെ എത്തുന്നത്. എങ്കിൽ പോലും തൊട്ട് അടുത്ത വീടുകളുണ്ടെങ്കിൽ പോലും അവരോട് പോലും യാതൊരുവിധ പരിചയവും യാതൊരുവിധ അടുപ്പത്തിനും ഇവർ തയ്യാറായിട്ടില്ല. ഇവരെല്ലാം വരുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സംസാരിക്കാനൊക്കെ ശ്രമിച്ചിരുന്ന സമയങ്ങളിൽ പോലും ഇവർ മുഖം നൽകാതെ ഒക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നാട്ടുകാർ അവരെ അതേ രീതിയിൽ അവരെ അവഗണിക്കുന്ന ഒരു രീതി ഉണ്ടാകുമായിരുന്നു. അങ്ങനെ തന്നെയാണ് ആ സാഹചര്യത്തിലാണ് കൃത്യമായിട്ടും തങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ തങ്ങൾ പരിചയക്കാർ തങ്ങളെ വീട് തേടി എത്തരുത് എന്നുള്ളൊരു കൃത്യമായ ഒരു തീരുമാനം ഈ കുടുംബത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാനുണ്ടോ. വ്യക്തമാണ്. ഞാൻ രവീന്ദ്രനും പ്രിൻസ് ജെയിംസുമാണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ വിജയന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഈ 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് 8 വർഷം മുൻപാണ്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുക അത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു.